പ്രിയപ്പെട്ടവരെ, മുഹറം മാസവുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങളും ആണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് മുഹറം 10 വലിയൊരു ചരിത്ര സംഭവമായിട്ടാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾക്ക് സംസാരിക്കാൻ ഒരു പരിധിയുള്ളതാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസപ്രകാരം ഒരുപാട് നിയമവശങ്ങളുള്ള ഒരു വിഷയമാണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഞങ്ങൾ ജീവിക്കുന്നത് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവരെ കൂടുതലായി സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് വാദിക്കുന്ന ഷിയാക്കളുടെ കൂടെയാണ്. അവർക്ക് മുഹറം 10 എന്ന് പറഞ്ഞാൽ വലിയ ഒരു ആരാധനയുടെ ദിവസമാണ്. കർബല നടക്കുന്നത് മുഹറം 10-നാണല്ലോ. കർബല ചരിത്രത്തിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മഹാനായ സയ്യിദുന ഇമാം ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ ചരിത്രമൊന്നും നമ്മൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ആ ചരിത്രങ്ങളൊന്നും ഇട്ടുകൊടുക്കരുതെന്നാണ്. കാരണം നമ്മുടെ ഉള്ളിലുള്ള വിഭാഗീയതയുടെ പേരിലുണ്ടായ അക്രമവും അതിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കൊല്ലപ്പെടുന്ന ചരിത്രം, അത് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ കൽബിൻ്റെ ഉള്ളിലൊരു പടച്ചിലാണ്. പടച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ സംഭവങ്ങളെക്കുറിച്ച്. ചതിക്കപ്പെട്ട കൊലയെന്നൊക്കെ അതിന് പറയാം. കാരണം രണ്ട് ഭാഗത്തുള്ളതും നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അതിലോട്ട് ഞാൻ പോകുന്നില്ല, അതവിടെ ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ ഷിയാക്കളുടെ കൂടെയുള്ള ജീവിതമായതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയാമെന്ന് കരുതി. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കിതാബല്ല ഇത് തഖ്വീം ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നമ്മൾ പറയും. ഇതിലെഴുതിയേക്കുന്നത് അലൈഹിമുസ്സലാം എന്നാണ്. അവർ ഇമാമായിട്ട് കാണുന്ന 12 ഇമാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരാളാണ് ഇമാം സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. സൈനുൽ ആബിദീൻ തങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മദീനയിൽ നിന്ന് കൂഫയിലോട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അനുഗമിച്ചു പോയതായ അഹ്ലുബൈത്തിൽപ്പെട്ട വലിയൊരു മഹാനാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു. ആ സൈനുൽ ആബിദീൻ തങ്ങളുടെ പേര് കൊടുത്ത ഈ തഖ്വീം എന്ന് പറഞ്ഞ കലണ്ടർ എന്നാണ് അർത്ഥം. ഇതിൽ പറയുന്നത് ഇത് അവരുടെ ഓരോ പ്രാർത്ഥനകളാണ്. ഇസ്തിഗാസ, തവസ്സുൽ എന്നൊക്കെ നമ്മൾ പറയുന്നതൊക്കെ അവരുടെ പ്രാർത്ഥനകളും മറ്റുള്ള കാര്യങ്ങളുമാണ് ഇതായി ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ അവർക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ, അവരുടെ വഫാത്ത്, അവരുടെ ഇമാമിയങ്ങൾ മരണപ്പെട്ട ദിവസവും അവർ ജനിച്ച ദിവസവും 12 ഇമാമിയങ്ങളാണ്. 12 ഇമാമിയങ്ങളാണ് അവർക്കുള്ളത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരിക്കൽ പറയാം. ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും ചിലപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിലോട്ട് വരാൻ ചാൻസ് ഉള്ളത്, നിങ്ങളൊരു സുന്നിയായിട്ട് എന്തിനാണ് ഷിയാക്കളുടെ കാര്യം എന്ന് ചോദിച്ചു വരും. അത് അറിയില്ലാത്തവർ അറിഞ്ഞോട്ടെ എന്താണ് ഷിയാക്കൾ എന്നുള്ളതാണ്. ഒരു 2 വാക്കിൽ ഞാൻ വേണമെങ്കിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചു തരാം. ഇവര് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിലായത്തിനെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ അലി റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിനെയാണ് വിശ്വസിക്കുന്നത്. വിലായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നുബുവത്ത് പോലെ ആണ് ഇവർ കാണുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനെ മഅസൂമായിട്ടാണ് കാണുന്നത്. മഅസൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ സുരക്ഷിതനാണ് അലി റളിയല്ലാഹു അൻഹു എന്ന വാദമുണ്ട്. നമ്മൾ വിശ്വസിക്കുന്നത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമേ ഉള്ളൂ മഅസൂമായ വ്യക്തി അള്ളാഹുവിന്റെ പടപ്പിൽ. അതേപോലെ തന്നെ പ്രവാചകന്മാർ, നുബുവത്ത് ലഭിച്ച പ്രവാചകന്മാർ, അവരും മഅസൂമികളാണ്. ബാക്കി ഒരു മനുഷ്യൻ പോലും ഇല്ല പാപസുരക്ഷിതരായത്. അതായത് ഒരു തെറ്റും ഒരു കറാഹത്ത് പോലും, ഒരു അനുവദിക്കപ്പെടാത്ത ഒരു കാര്യം പോലും, വെറുക്കപ്പെടുന്ന ഒരു കാര്യം പോലും ചെയ്യാത്തവർക്കാണ് നമ്മൾ ഈ മഅസൂമികൾ, പാപസുരക്ഷിത എന്ന് പറയുന്നത്. അതുള്ളത് പ്രവാചകന്മാർക്ക് മാത്രമുള്ളൂ ആ സ്ഥാനം. ബാക്കിയുള്ള എല്ലാവരും ഗൈറു മഅസൂമികളാണ്, അതായത് പാപസുരക്ഷിതരല്ല എന്ന് പറയാം. ഇവർ അലി റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സൈനുൽ ആബിദീൻ തങ്ങൾ, ഇമാം മൂസൽ ഖാദിം, അങ്ങനെ പറയുകയാണ് ഇമാം മുഹമ്മദ് ഇബ്നു ജവാദ്, ജാഫർ ഇബ്നു സാദിഖ്, അതേപോലെയുള്ള സ്വഹാബികളെ ഒക്കെ ഇവർ കാണുന്നത് മാസൂമികളായിട്ടാണ്. അത് വേറൊരു വിഷയം, അതിലൂടെ ഞാൻ പോകുന്നില്ല. അപ്പോൾ വിലായത്തെന്ന് ഇവർ പറയുന്നത് നുബുവത്തിന്റെ സ്ഥാനത്താണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അതാണ് നമ്മുടെ വിശ്വാസധാരയിൽ നിന്ന് അവർ പുറത്താണെന്ന് ഷിയാക്കളെ കുറിച്ച് പറയാനുണ്ടായ കാര്യം.
ഈ മുഹറം മാസത്തില് ഷിയാക്കൾക്ക് എപ്പോഴും സങ്കടത്തിന്റെ ദിവസങ്ങളാണ്. മുഹറം 1 മുതൽ സഫർ 27 വരെ. സഫർ 27 എന്ന് പറയാനുള്ള കാരണം സഫർ 27 ഷിയാക്കളുടെ വിശ്വാസപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിവസമാണ് സഫർ 27. ഈ മുഹറം 1 തൊട്ട് സഫർ 27 വരെ ഇവര് വസ്ത്രം കറുത്ത വസ്ത്രമായിരിക്കും. ഇപ്പൊ ഞാൻ കറുത്ത ഡ്രസ്സ് ഇട്ടേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലെയുള്ള കറുത്ത ഡ്രസ്സായിരിക്കും അവർ, ഫുള്ള് കറുത്ത ഡ്രസ്സായിരിക്കും ധരിക്കുന്നത്. അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണെങ്കിലും ഭക്ഷണത്തിൽ വരെ ഏകദേശം മുഹറം 6 കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹുസൈനിയ എന്ന് പറഞ്ഞാൽ അറിയാലോ, അവരിങ്ങനെ നെഞ്ചത്തടിക്കണത് യാ ഹുസൈൻ എന്ന് പറഞ്ഞിങ്ങനെ നെഞ്ചത്തടിക്കുന്ന സ്ഥലത്തിനാണ് ഹുസൈനി എന്ന് പറയുന്നത്, മഹത്തം എന്നൊക്കെ പറയും. അവിടെ കൊടുക്കുന്ന ഭക്ഷണം തന്നെ കറുത്ത ചോറും അതിൻ്റെ അടുപ്പ് വരുന്ന മസാലകളൊക്കെ കറുത്ത കളറായിരിക്കും. എൻ്റെ അടുത്തുണ്ട് ഭക്ഷണം, ഞാനത് കാണിച്ചു തരാം. എനിക്ക് ഇന്ന് മുഹറത്തിൻ്റെ 10ാം രാവാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്ന ഭക്ഷണമാണിത്. നല്ല ടേസ്റ്റൊക്കെയാണ് ഇത് കഴിക്കാൻ. ഞാനിത് കഴിച്ച ശീലമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കത് ഇഷ്ടമാണ്, നിങ്ങൾക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. ഭക്ഷണത്തിൻ്റെ കളർ കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കറുത്ത ചോറാണ്. ഈ ചോറിങ്ങനെ കറക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരിതിൽ ചേർക്കുന്നത് സവാള നല്ലതുപോലെ കരിയിക്കും. നല്ലതുപോലെ കരിച്ചിട്ട് ആ കരി ചോറായിട്ട് മിക്സ് ചെയ്യുവാണ്. അതിൽ കിടക്കുന്ന ബീഫ് വരെ കണ്ട, ബീഫിന് വരെ കറുത്ത കളറാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് തിന്നാനും ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നമുക്കൊരു ചെറിയൊരു എരിവ് ഫീൽ ചെയ്യും. അതാണ് ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതെടുത്തതാണ്. കാണുന്നുണ്ടല്ലോ, ഇതാണ് അവരുടെ സങ്കടത്തിന്റെ ഈ ഭക്ഷണത്തിന്റെ പേര് വേണം. ഇതൊരു സങ്കടത്തിന്റെ ഭക്ഷണമാണ്. ഈ ഭക്ഷണത്തിന്റെ പേര് തന്നെ മഹമൂസ് എന്നാണ്. മഹമൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുപ്പിക്കപ്പെട്ടതെന്നാണ് അതിന്റെ അറബിയിൽ അർത്ഥം വരുന്നതെന്നാണ് തോന്നുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും അവിടുത്തെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ കൊണ്ടുവരാറുണ്ട് ഫുഡ്, എന്നിട്ട് നമുക്കും തരും, അവരും കഴിക്കും. ഇത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ആരാധനയുടെ ഭാഗമാണ് ഈ ഭക്ഷണം എന്നുള്ളത്. ഇനി അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അടുത്ത് തരാനുള്ളത്, എനിക്ക് കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരഭാഗം മറവ് ചെയ്യപ്പെട്ട സ്ഥലമാണ് കർബല എന്ന് പറയുന്നത്. ആ കർബല വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശിരസ് മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് മിസ്റിലാണുള്ളത്. ശരീരമാണ് കർബലയിലുള്ളത്. ഇവിടെ ഷിയാക്കള് സാധാരണ അവിടെ പോവലുണ്ട്. അവിടെ നിന്ന് പോയിട്ട് വന്നപ്പം എനിക്ക് തന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അവരുടെ വിശ്വാസത്തിനെ ഞാൻ കുറച്ച് കാണിക്കുന്നില്ല കേട്ടോ. അവരുടെ ഈമാൻ, അവരുടെ വിശ്വാസം നമ്മളായിട്ട് ബന്ധമില്ല. ആദ്യം കാണിക്കാൻ പോകുന്നത് അവർ നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന കല്ല്, അതിന് തുർബ എന്ന് പറയും അറബിയിൽ. ഈ കല്ല് ഉണ്ടാക്കിയിരിക്കുന്നത് സയ്യിദുന ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ആ ശരീരത്തിലെ പരിശുദ്ധമായ രക്തം, ആ രക്തം കലർന്ന മണ്ണ്, ആ മണ്ണ് കൊണ്ട് ആണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അവിടുത്തെ മണ്ണാണിത്. ഇതിനകത്ത് എഴുതിയേക്കുന്നത് യാ ഹുസൈൻ എന്നാണ്. ഇവർ സുജൂദ് ചെയ്യുന്നത് യാ ഹുസൈൻ എന്ന് എഴുതിയതിലാണ് സുജൂദ് ചെയ്യുന്നത്. ഇത് ഷിയാക്കൾ എല്ലാവരും ഇതുപോലുള്ള തുർബയല്ല ഉപയോഗിക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അവരിൽ തന്നെ 2 വിഭാഗക്കാരുണ്ട്. അതിലൊരു വിഭാഗക്കാർക്ക് ഇങ്ങനെ യാ ഹുസൈൻ എന്ന് എഴുതിയതിലോ യാ അലി എന്ന് എഴുതിയ തുർബയിലോ സുജൂദ് ചെയ്യൽ യജൂസ് അല്ല, ജായിസ് അല്ല എന്നുള്ള വാദമുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഈ മിസ്ബാഹ് എന്ന് അതിന് പറയാം, ഒരു തസ്ബിയാണ്. ഇത് അവിടുത്തെ ആ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്. ഇത് അവിടുത്തെ മണ്ണാണ്, കർബലയിലെ മണ്ണ്. ഇതിവര് ഇങ്ങനെ എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോഴത്തേനും സാധാരണ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഇവര് നെഞ്ചത്തിങ്ങനെ തേക്കലും നെഞ്ചത്തൊക്കെ ഇടലും ഒക്കെ ഉണ്ട്. ഷിയാക്കളുടെ ഇതായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ അറിയില്ലാത്തവർക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നുള്ളൂ. നമ്മളവരെ ഗ്രൂപ്പിൽ ചേർന്നിട്ടൊന്നുമല്ല. എനിക്ക് തന്നതായതുകൊണ്ട്, ഇതെൻ്റെ കിട്ടിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു. ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന കണ്ടോ, ഹദിയത്തുൻ
ഹദിയത്തു കർബല എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് കർബലയിൽ നിന്ന് വരുമ്പോൾ തരുന്ന ഹദിയാണിത്. ഇതിനകത്ത് ചെറിയൊരു സഞ്ചി പോലെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കയ്യിൽ കൊണ്ടേ നടക്കണം. അതാണ് അവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം. അതുപോലെ മറ്റൊന്ന് കാണിക്കാനുള്ളത് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിൽ നിന്ന് എനിക്ക് അവർ കൊണ്ടു തന്ന ഒരു പട്ടാണ്, പട്ടിൻ്റെ ഒരു കഷ്ണം. ഇതിൽ എഴുതിയേക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു, മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ എന്നാണ് ഇതിൽ എഴുതിയേക്കുന്നത്. നല്ല മണാണ് അവിടുത്തെ ആ മഖ്ബറയിലെ ആ മക്കാമിലെ ആ ഒരു സുഗന്ധത്തിൻ്റെ ഇത്. ആ സുഗന്ധം എനിക്ക് അവർ തന്നിട്ടുണ്ട്. അവിടെ ഉപയോഗിക്കുന്ന സുഗന്ധം ഇതാണത്. ഇതിനും നല്ലൊരു മണാണ്. ഈ ഒരു തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഒരു മണം ഫീൽ ചെയ്യും. ഇത് ഷിയാക്കളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ വിശ്വാസത്തിനെ ഒന്നും ഞാൻ എതിർക്കുന്നില്ല. കാരണം സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസപ്രകാരം ഇതൊക്കെ ശരിയാണ്. നമ്മൾ ബറക്കത്തിന് വേണ്ടിയിട്ട് അവിടെ ഉപയോഗിക്കുന്ന ഒരു അത്തറ് കൊണ്ടുപോരാ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പട്ടിന്റെ കഷ്ണം കൊണ്ടുപോരാ, ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മണ്ണിന്റെ ആ വിഷയം എന്ന് പറയാനുള്ള കാര്യം, മണ്ണിന് ഇത്രത്തോളം പ്രത്യേകതയും മണ്ണ് ഇവർ ഷിയാകൾ കൂടുതലും ആ ഒരു മണ്ണിനോട് ഒരു ആരാധന ഇവർക്ക് വരാനുണ്ടായ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരു പിടി മണ്ണെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത് കർബലയിലെ മണ്ണാണ്. ഈ മണ്ണിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദാക്കപ്പെടും എന്ന് ജീവിതകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മണ്ണിനോട് ഈ ഷിയാക്കൾക്ക് ഇത്രത്തോളം ആരാധന വരാനുണ്ടായ കാര്യം. ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയം നിങ്ങളോട് സംസാരിച്ചതും നിങ്ങളോട് സൂചിപ്പിച്ചതും. നമ്മളെല്ലാവരും എല്ലാം തികഞ്ഞവരല്ല. അല്ലാഹു തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാനും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനും അവിടുത്തെ കുടുംബം ആകുന്ന സയ്യിദുന അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ മക്കളായ ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു, ഇവരെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കാനും അവരെയൊക്കെ പിൻപറ്റി ജീവിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൽഖി സയ്യിദനാ മുഹമ്മദ്.